അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായൊരു വേദി ഈ നാട്ടുകാരെ സംബന്ധിച്ച്, അയൽവാസികളെ സംബന്ധിച്ച്, മറ്റൊരു ദീനീ പ്രേമികളായ എല്ലാവരെ സംബന്ധിച്ചും വളരെയധികം സന്തോഷം നൽകുന്ന, ഒരു പ്രതീക്ഷയും നൽകുന്ന ഒരു മുഹൂർത്തമാണിന്ന്. കുറേ ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയുടെ സമാപന ദിവസമായ ഇന്ന് മഹാനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കരങ്ങളെ കൊണ്ട് ഒരു സനദ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ സംബന്ധിച്ചൊക്കെ വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിനെല്ലാം സാഹചര്യമുണ്ടാക്കിയ, സന്ദർഭമുണ്ടാക്കിയ ഇതിൻ്റെ ഭാരവാഹികളായ പ്രവർത്തകന്മാര അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും, ഇതിന് ജന്മം നൽകാൻ കാരണമായ കുട്ടിയസൻ ദാരിമി എന്ന് പറയാം, ഇവിടെ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഒരു ആദർശം ഇവിടെ മുമ്പിൽ വെച്ചാൽ വിജയിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇത്രയും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ്. വലിയ ഉദാരമതികളായ സഹായക്കാരായ ആളുകളുടെ പ്രവർത്തനം കൊണ്ടും, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞില്ലേ, സ്വർണത്തിൻ്റെ വളയും മറ്റും അങ്ങനെ പലതും സംഭാവന ചെയ്തുകൊണ്ട് സഹായിച്ചവരുണ്ട്. പഠിച്ചവനെ അവരാരെയും നീ മടക്കരുതേ റഹ്മാനെ, നല്ല നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ ഗുണം ചെയ്യണേ റഹ്മാനെ, വലിയ പദവി പ്രദാനം ചെയ്യണേ റഹ്മാനെ. മഹാന്മാരായ സലഫുസ്സാലിഹീങ്ങളായ സഹാബത്ത് മുതലുള്ള ആളുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ധനം ചെലവാക്കി, ധനമുള്ളവർ കണക്കില്ലാത്ത ധനം ചെലവാക്കി, അതിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിലും ഈ സ്ഥാപനത്തിൻ്റെ കെട്ടിടങ്ങൾ മാത്രമല്ല പലതുമായി സംഭാവന ചെയ്ത വലിയ മാന്യന്മാരുണ്ട്, മഹതികളുണ്ട്. അവരെയെല്ലാം ദുനിയാവിലും ആഖിറത്തിലും ഉയർച്ചയിലും നല്ല രൂപത്തിലും നീ ആക്കണേ റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ പല ഈ ബഹളിൽ ആൾ തന്നെയാ അങ്ങനെ പല വിധത്തിലും ഈ സ്ഥാപനത്തിലെ നാട്ടുകാർ, ഈ ദേശവാസികളും മറ്റും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം വലിയ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഒരാളുടെ ഒരു മാസത്തെ ശമ്പളം തന്നെ തികച്ചും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു മാന്യൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പേരൂടെ പറയുന്നില്ല, പേര് പറയലല്ല കാര്യം, അദ്ദേഹത്തിന് സംഗതി സാധിക്കലാണ്. അള്ളാഹുവിൻ്റെ വലിയ പ്രീതിയും ജന്നാത്തുൽ ഫിർദൗസും അവിടെയുള്ള ലിഖാവ് കൊണ്ടുള്ള വലിയ അനുഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, എല്ലാവിധ ഏർപ്പാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഈ നാട്ടിന ഇവിടുന്ന് വിദേശത്ത് പോയ സഹോദരന്മാരായ ആളുകൾ ജീവനെ പോലെ സ്നേഹിച്ചുകൊണ്ടാണ്. ഇപ്പോഴെന്നെ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഖത്തറിൽ വെച്ച് ഇപ്പം 2 ആഴ്ച മുമ്പ് അദ്ദേഹമായിട്ട് കണ്ടിട്ടുണ്ട്. ആ കണ്ട സംഗതികളെല്ലാം ഓർത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇപ്പം എന്നെ വിളിച്ച്, അങ്ങനെ നാട്ടുകാരായ ആളുകൾ വിദേശത്ത് വെച്ച് ഈ സ്ഥാപനത്തിനെ എപ്പോഴും ഓർത്തുകൊണ്ടും ഇതിൻ്റെ വിചാരത്തിലുമാണ് അവരോട് ജീവിക്കുന്നത്. പഠിച്ചവനെ അവർക്കെല്ലാം അവരുടെ എല്ലാ ഏർപ്പാടുകളിലും ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ, ഗുണത്തിലാക്കണേ റഹ്മാനെ, സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഇതിന് വേണ്ടി ഈ യോഗം നടക്കുമ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ നല്ല മനുഷ്യന്മാർക്ക് ദാഹം തീർക്കുന്ന വെള്ളം, 700 കുപ്പി വെള്ളം സംഭാവന ചെയ്ത സഹോദരന്മാരുണ്ട്. അവർ ആർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുവോ ആ കാര്യങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിക്കട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വർണം, വലിയ വിലക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ
സ്വർണ്ണാഭരണങ്ങൾ സംഭാവന ചെയ്ത എല്ലാ മഹദികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അവിടുത്തെ മുത്തിൻ്റെയും മാണിക്യത്തിൻ്റെയും ആഭരണങ്ങൾ ധരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ആ മുത്തുമാണിക്യത്തിൻ്റെ ആഭരണങ്ങൾ ധരിക്കുന്ന കൈകളായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വള ഊരിക്കൊടുക്കുകയും അതുപോലെ കാതിൽ നിന്ന് ചുറ്റുകളും മറ്റും ഊരിക്കൊടുക്കുകയും ചെയ്തവരുടെ കാതുകളെയും കൈകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കട്ടെ എന്ന് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും സുഖപ്രസവത്തിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി മരിച്ചവരായ പലർക്ക് വേണ്ടിയും നമ്മുടെ ഒരു കുഞ്ഞമ്പള്ളി ഹാജി എടുത്തു മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബറിന അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ മഹാനായ ബാപ്പു മുസ്ലിയാർ ഞാനും ഇന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സന്ദർശിക്കാനും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനും ആരോഗ്യമില്ലാതെ എങ്ങനെയാണ് പോകാതിരിക്കുക എന്നുള്ള രൂപത്തിൽ ഞാനും ഇന്ന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാൻ്റെ ഖബറിന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ തോപ്പാക്കട്ടെ. എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പലരും മരിക്കുന്നു. ചിലരെല്ലാം ചെറിയ പ്രായത്തിൽ ബാപ്പു മുസ്ലിയാർ ചെറിയ പ്രായക്കാരനാണ്. അതിനേക്കാൾ കുറഞ്ഞ പ്രായം 49 വയസ്സിലാണ് ദീനുൽ ഇസ്ലാമിന് വേണ്ടി സുന്നത്യമായത്തിന് പടവരി ജീവിച്ച നാട്ടിക മുസ്ലിയാർ, അതുപോലെ നാട്ടിക മൂസ മുസ്ലിയാർ, അതുപോലെ ഇ.കെ. അബൂബക്കർ, ഇ.കെ. ഹസൻ മുസ്ലിയാർ, ഇവരെല്ലാം ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആഖിറത്തിൽ വലിയ നന്മകൾ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ പുണ്യമായ മാസം വലിയ വലിയ ആളുകൾ മരിക്കാനുള്ള മാസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മരണപ്പെട്ട. അതായത് ഈ റബീഉൽ ആഖിറിൻ്റെ 11ാമത്തെ ദിവസമാണല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. മഹാൻ കുറേ അധികം കൊല്ലം 99 കൊല്ലം ജീവിച്ച ഒരു വലിയ നീണ്ട ആയുസ്സുള്ള മഹാനായ വ്യക്തിയാണ്. മഹാനൻ ഹിജ്റ 470 പ്രസവിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് 91 കൊല്ലം 470ൻ്റെ പുറമെ 91 കൂട്ടിയാൽ എത്ര ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്തിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. റബീഉൽ ആഖിർ 11ാമത്തെ ദിവസം രാത്രി അല്ലാഹു സുബ്ഹാനഹു അങ്ങനെയുള്ള മഹാന്മാർ പലരും കണ്യത്തുസ്താദ് മരണപ്പെട്ടത് റബീഉൽ ആഖിറിലാണ്. മഹാനായ ഉസ്താദായ മല്ലമായ സുന്നത്യമായത്തിൻ്റെ എല്ലാ വഴികളും ഇന്ന് കേരളത്തിൽ നടക്കുന്ന പണ്ഡിതന്മാര അല്ലെങ്കിൽ അവരുടെ ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഉസ്താദിന് സർവരും പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ശംസുൽ ഉലമാ ഉസ്താദ് അവരുകൾ കേറിയ കാലം മുതൽ 1933 നാദാപുരം വാദപ്രതിവാദം നടക്കുന്നവരോട് ബന്ധപ്പെട്ട ആ യോഗത്തിൽ റദ്ദുൽ വഹാബിയ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ച് അതിൻ്റെ ഫുൾ ടൈം വർക്കറായിട്ട് യുവാവായിരുന്ന കണ്യത്തുസ്താദ് അവരുകൾ അവിടുന്ന് ഇവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്യത്തുസ്താദ് മഹാനവറുകൾ മരണപ്പെട്ടത് ഈ റബീഉൽ ആഖിറിൽ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ പലരും ഓരോരുത്തരായി കളമ്പാടി ഉസ്താദ്, അതുപോലെ തന്നെ കോയക്കുട്ടി മുസ്ലിയാർ, സൈനുദ്ദീൻ മുസ്ലിയാർ ഉസ്താദ്, മഹാന്മാരായ അതുപോലെ AP മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെയുള്ള പണ്ഡിതന്മാർ ഇപ്പോൾ കൂട്ടുമല ബാപ്പു മുസ്ലിയാരും ഇന്നലെ മരണപ്പെട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കുകയും സ്വർഗവാസികളാക്കുകയും അവരോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആമുഖമായ ഒരു പ്രാർത്ഥന നടത്തിയും കൊണ്ട് നിങ്ങളെല്ലാവരും വലിയ ക്ഷീണത്തിലാണ്. ഇതിനുവേണ്ടി അധ്വാനി നടന്ന
മഹാന്മാരായ നമ്മുടെ ചെറുപ്പക്കാരാകുന്ന വളണ്ടിയർമാരുണ്ട്. പടച്ചവനെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സഈ ചെയ്തിരുന്നാൽ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിച്ചാൽ കിട്ടുന്ന എല്ലാ പ്രതിഫലങ്ങളും ആ വളണ്ടിയർമാർ അതുപോലെ ഇതിൻ്റെ പ്രവർത്തകന്മാർക്കെല്ലാം പ്രദാനം ചെയ്യണേ റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ പേരിൽ ഈ പ്രത്യേകം ഗൗസുൽ ആലം മരണപ്പെട്ട എല്ലാ പള്ളികളിലും ആണ്ടുകളിങ്ങനെ നടക്കുന്ന മാസമാണല്ലിത്. അതുകൊണ്ട് ഗൗസുൽ ആലമിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഖിലാസും അബ്ബിദത്തേനും ഓതി യാസീനൊന്നും ഓതാൻ സമയമില്ല. മറ്റുള്ളവരുടെ എല്ലാം ഉൾപ്പെടുത്തിയും കൊണ്ട് ശംസുൽ ഉലമാ ഉസ്താദ് അവറുകളെയും കണ്യത്ത് ഉസ്താദ് അവറുകളെയും സമസ്തയുടെ പണ്ഡിതന്മാരെ മുഴുവനത്തെയും അതുപോലെ തന്നെ ഇന്നലെ മരണപ്പെട്ട ബാപ്പു മുസ്ലിയാർ അവറുകളെയെല്ലാം ഉൾപ്പെടുത്തിയും കൊണ്ട് നമുക്ക് ദ്വാരക്കാം. ഇലാ ഹദ്റത്തി റൂഹി സയ്യിദിനാ വ ഹബീബിനാ വ ശഫീനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റത്തി ശൈഖ് ഖുത്ബുൽ അഖ്താബ് അല്ലദീ ഹുവ സനദുനാ വ മുഅ്തമദുനാ വ ശൈഖുനാ അൽ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് വ നഫഅനല്ലാഹു തആല ബിഉലൂമി വ ഹദാനല്ലാഹു തആല ബി ഹിദായത്തിഹി വ ഇർശാദി വ ജഅലല്ലാഹു തആല മിൻ സാലിഹി ഇബാദില്ലാഹി വ ഹുർമത്തിഹി വ അൗറസനല്ലാഹു തആല അൽ മഅരിഫത ബിഹഖിഹി وجعل الله تعالى من صالح عبيد الله بحقه وحرمته وكرامته ومعونته ونصرته يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സമയം വളരെ വൈകിയതുകൊണ്ട് ഇതുവരെ രാവിലെ മുതലേ അധ്വാനിക്കുന്നവരായതുകൊണ്ട് അധികം നീട്ടാൻ സമയമില്ല. എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്ന നിലക്കുള്ള അറബിയിലും മലയാളത്തിലും സാധിച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് വേറെക്കാം. പലരും ആശുപത്രിയിലുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ രോഗങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തി ആരോഗ്യത്തിലാക്കട്ടെ. ഏതെല്ലാം ആളുകൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സരസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والألم دافع البلاء والوباء والقهط والمرض والألم
اسمه مكتوب مرفوع مشفوع منقوش باللوح والقلم سيد العرب والأجم جسمه مقدس معطر مطهر منور في البيت والحرم شمس اللحى بدر الدجى صدر اللؤلؤ نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل عليه السلام خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وصحبه وسلموا تسليما اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه وسلمناه وما آتيناه من الأذكار والمدائح والنصائح والمواعظ هدية منا أولا إلى حضرة نبينا وسيدنا وشفيعنا وهادينا المصطفى محمد صلى الله عليه وسلم اللهم أنزله المنزل المقرب عندك وآته الوسيلة والفضيلة والدرجة الرفيعة العالية الشريفة وبعثه مقاما محمودا يهبطه فيه الأولون والآخرون حتى نرى بأعين كل واحد منا وجه حبيبنا وشفيعنا وهادينا المصطفى محمد صلى الله عليه وسلم مشفعا مشرفا مقربا معلما مبدلا مقبولا مغذولا مرضيا بحضرة الكرسي عند مليكه المقتدر اللهم ارفع درجته اللهم اظهر ملته اللهم اكثر امته اللهم ابرج حجته اللهم اعز جنده وجنوده وشعاره وجماعته اللهم اعزنا اللهم اعز جميع اهل العلم اللهم اعز جميع اهل هذا المجلس اللهم اعز جماعة المسلمين في كل بلاد الله تعالى وفي جميع اطراف الدنيا في ارض غزة وفي ارض فلسطين وسائر البلاد يا رب العالمين اللهم آت سيدنا محمدا الفضل فوق أمنيته وتقبل شفاعته الكبرى في أمتي ورفع درجته العليا في آخرتي إنك على كل شيء قدير وبالإجابة جدير اللهم ارزق كل واحد منا وارزق أزواجنا وذرياتنا ومن بيننا ومن أوصانا بالدعاء حج بيتك الحرام وزيارة قبر نبيك المكرم مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته وأولدنا وآباءنا وأمهاتنا حوله المولود واحشرنا وآباءنا وأمهاتنا تحت ظل لوائه المعقود ثم إلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أزواجه وذرياته وأهل بيته وعترته أجمعين وإلى أرواح أصحاب رسول الله تعالى خاصة إلى أرواح جميع البدريين رضوان الله عنهم أجمعين ونفعنا الله تعالى بعلومهم وشفانا الله تعالى من كل الأمراض والأسقام بحقهم وأعطانا الله العافية بحرمتهم
وبارك الله تعالى بحقهم في هذا المجلس وجميع الأمور المتعلقة به يا رب العالمين. اللهم بحق نبي البدريين اشف أمراض كل واحد منا واقض حوائج كل واحد منا ورفع عنا وعن أزواجنا وذرياتنا بحقهم جميع البلاء الدينية والدنيوية واجعلنا من الشاكرين لنعمائك يا رب العالمين. ثم إلى أرواح جميع أولياء الله تعالى من مشارق الأرض إلى مغاربها خاصة إلى أرواح شيخنا وملاذنا ومعتمدنا وسندنا قطب الأقطاب وغوث العالم السلطان محي الدين عبد القادر الجيلاني قدس الله سره العزيز. اللهم بحقه آتنا الهداية والمعرفة ودفع عنا بحق جميع البلاء الدينية والدنيوية بحقه واشفنا من كل الأمراض والأسقام بحقه وآتنا العافية بحرمته يا رب العالمين. وإلى حضرة روح الشيخ سلطان العارفين وسيد العاشقين السيد أحمد الكبير الرفاعي قدس الله سره العزيز. وإلى حضرة الشيخ سلطان الهند خواجة معين الدين الجستي الأجميري قدس الله سره العزيز. وإلى أرواح جميع مشايخ السلسلة القادرية والدفاعية والجستية الصابرية والسهروردية الكبرية الأبدانية قدس الله أسرارهم. ثم إلى أرواح آبائي وأمهاتي وجميع أصول كل واحد منا وإلى أرواح جميع الأولياء والصلحاء والعلماء والصالحات المدفونين في مقابر أهل هذه البلدة وإلى أرواح جميع المدفونين في مقابر أهل هذه البلدة خاصة أوصل ثواب ما قرأناه إلى أرواح العلماء الذين سعوا وسمروا في حياتهم لإشاعة وإثبات عقيدة أهل السنة والجماعة عقيدة സമസ്ത കേരള ജംഇയ്യത്ത് ഉലമാ من العلماء الذين ماتوا قريبا من الزمان من കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാൻ ومن زين الدين മുസ്ലിയാൻ ومن العالم الفاضل കോയക്കുട്ടി മുസ്ലിയാൻ ومن العالم الفاضل കോട്ടുമല വാപ്പു മുസ്ലിയാൻ ومن سائر العلماء الذين شمروا وسعوا في حياتهم لإشاعة عقيدة أهل السنة والجماعة عقيدة സമസ്ത കേരള جمعية العلماء الذي أسسها وبينها وأثبتها رئيس السادات بارك الملكوية തങ്ങൾ. اللهم بحق حسبي أمرال كل واحد منا وجعلنا من عبادك الصالحين بحرمته وبارك في هذا المجلس وجميع الأمور المتعلقة به بشرفه وكرامته ومعونته ونصرته يا رب العالمين. اللهم اجعل كلنا متبعين لنهجه وطريقته ولنهجه رئيس المحققين أستاذنا الشيخ كنت أحمد مسليان نور الله تعالى مرقده ولنهج شيخنا شمس العلماء أبو بكر مسليان نور الله تعالى مرقده. اللهم بحقهما اقل حوائجنا وبارك في علمنا بحقهما وبارك في تعليمنا وتعلمنا وتدريسنا بحقهما وحرمتهما وبارك في حقهما في هذا المجلس وفي هذا المعهد الديني المسمى بأمانيا كولادي. اللهم بارك المتعلمين في هذه الكلية وللمدرسين في هذه الكلية يا رب العالمين. اللهم اجعلنا وإياهم من عبادك الصالحين يا رب العالمين. اللهم إنك تعلم أن في هذا المجلس من التمس الدعاء من أهل هذا المجلس ورغب في الدعاء من أهل هذا المجلس لأغراض شتى ومقاصد
مترتبة وحوائج مختلفة ومطلوبات عديدة ومرغوبات كثيرات فبلغ الملتمسين للدعاء والراغبين للدعاء كلهم إلى أغرالهم يا رب العالمين وأوصل كلهم إلى مقاصدهم وحصل كلهم مقاصدهم يا رب العالمين وقلي لكلهم حوائجهم يا رب العالمين وأوصل كلهم إلى مطلوباتهم يا رب العالمين وأنل كلهم جميع مرغوباتهم يا رب العالمين اللهم يا عالم الخفيات ويا رفيع الدرجات ويا غافر الذنب وقابل التوب شديد اللقاب ذي الطول لا إله إلا هو إليه المصير نسألك أن تذيقنا برد عفوك وحلاوة رحمتك يا أرحم الراحمين ويا أكرم الأكرمين اللهم اعتق آباءنا وأمهاتنا واعتق جميع المجتمعين في هذا المجلس من الرجال والنساء من ذكر الذنوب وخلصنا من شر النفوس وأبعد عنا وحشة الإساءة وباعد بيننا وبين الخطايا وأجرنا من الشيطان الرجيم اللهم طيبنا وآباءنا وأمهاتنا لإلقائك وأكلنا لولائك وأدخلنا مع المرحومين من أوليائك وتوفنا مسلمين وألحقنا بالصالحين اللهم أعنا على ذكرك وشكرك وتلاوة كتابك واجعلنا وآباءنا وأمهاتنا من حزبك المفلحين وأيدنا بجندك المنصورين وارزقنا وآباءنا وأمهاتنا مرافقة الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اجعل جميع المجتمعين في هذا المجلس من عبادك الصالحين اللهم اغفر ذنوب كل واحد منا واستر عيوب كل واحد منا واشفنا من كل الأمراض والأسقام وأكثر العافية والراحة والسلامة واستر عيوبنا واشفنا من كل الأمراض واقضي ديوننا وعد ديوننا وحسن مقاصد كل واحد منا وفرج همومنا وأبطل عنا سحر كل ساحر وعقد كل عاقل وعين كل عائل وشر كل ضاج يا رب العالمين اللهم أذلنا سحر الساحرين ومكر الماكرين وعين العائلين يا رب العالمين اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين അർഹമർ റഹീമീനായ റബ്ബേ ഈ സരസിൽ ഉള്ളവരും എല്ലാത്തവരുമായ പലരും ഈ സരസിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. ലോകശമനത്തിന് വേണ്ടി, മരിച്ച മാതാപിതാക്കളുടെ ഗുണത്തിന് വേണ്ടി, പാരത്രിക ജീവിതം നന്നായി കിട്ടാൻ വേണ്ടി, തൊഴിലുകളിലും കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലുമെല്ലാം ബർക്കത്തിന് വേണ്ടി, തൊഴിലുകളിലും മറ്റേ കച്ചവടങ്ങളിലുമെല്ലാം എല്ലാം സംഭവിച്ചിരിക്കുന്ന തകർച്ചകൾ പരിഹരിച്ച് കിട്ടാൻ വേണ്ടി, കടം വീട്ടി കിട്ടാൻ വേണ്ടി, വീടിൻ്റെ പണികൾ പൂർത്തിയാകാൻ വേണ്ടി, നല്ല പെൺകുട്ടികൾക്ക്, വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി, ആൺകുട്ടികൾക്ക് നല്ലവരായ ഇടകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടി, മക്കളുടെ പരീക്ഷയിലുള്ള വിജയത്തിന് വേണ്ടി, കുട്ടികൾ നന്നായി കിട്ടാൻ വേണ്ടി, അംഗവൈകല്യങ്ങളും മറ്റും സംഭവിച്ച കുട്ടികൾക്കുടെ രോഗശമനത്തിന് വേണ്ടി ആ വൈകല്യങ്ങളെല്ലാം തീർത്ത് ആരോഗ്യത്തിലായിത്തീരാൻ വേണ്ടി, ആസ്പത്രിയിൽ കിടക്കുന്നവരായ പലരും പല രോഗങ്ങളും സുഖപ്പെട്ട് കിട്ടാൻ വേണ്ടി, ഇങ്ങനെ വിവിധങ്ങളായ ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പഠിച്ചവരെ,
അതെല്ലാം ദുആ കൊണ്ട് നീ സാധിപ്പിക്കണം എന്നുള്ള വിചാരത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരുടെ വിചാരവും നീ തട്ടിക്കളയരുതേ റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സദസ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ നീ പരിഹരിച്ച് നല്ല നിലയിലാക്കി തീർക്കണേ റഹ്മാനെ. പടച്ചവനെ, ഇതൊരു ദീനിൻ്റെ സ്ഥാപനമാണ് എന്ന് വിചാരിച്ചിട്ട് ദീനിനെ സഹായിച്ചാൽ ഗുണമുണ്ടെന്നുള്ള വിചാരത്തിൽ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് മുതൽക്ക് ഇന്നേ വരെ സഹായിച്ചവരായ പലരുമുണ്ട്. ഞങ്ങളോട് സഹായിച്ചവരുടെ സംഖ്യകളെ സംബന്ധിച്ചും ആരെല്ലാം സഹായിച്ചു എന്നുള്ള കണക്കുകളെ സംബന്ധിച്ചും ഞങ്ങൾക്കാർക്കും കണക്ക് ശരിയായ നിലക്ക് ഓർമ്മയില്ലെങ്കിലും നിന്റെ റിക്കാർഡിൽ അതെല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെല്ലാം ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽക്ക് ഇതുവരെ ഇതിനു വേണ്ടി ആരെല്ലാം സംഭാവന ചെയ്തോ, ആരെല്ലാം ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഇതിനു വേണ്ടി ഓടി നടന്നിട്ടുണ്ടോ, ആരെല്ലാം ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ, അവരുടെ എല്ലാ സംഗതികൾക്കും നീ വലിയ പ്രതിഫലം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരെ ദുന്യാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലും ബഹുമാനത്തിലും സന്തോഷത്തിലും റഹ്മത്തിലും ബർക്കത്തിലുമാക്കണേ റഹ്മാനെ. അവരിൽപ്പെട്ട ആർക്കെങ്കിലും വല്ല രോഗവും ഉണ്ടെങ്കിൽ ആ രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഈ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങൾ പലരും രോഗികളാണ്. ഈ സദസ്സിലുള്ള ഞാനും വലിയ രോഗമാണ്. അതുപോലെ പലർക്കും ഈ സദസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളും രോഗികളായവരുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ സുഖപ്പെടുത്തി ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളും ബന്ധപ്പെട്ടവരുമായ പലരും വിദേശത്തുള്ള പല നാടുകളിലും ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ജോലികളിലെല്ലാം നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ എല്ലാറ്റിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. വിദേശങ്ങളിൽ കച്ചവടത്തിലും കുറച്ചും മറ്റുള്ള ഏർപ്പാടുകൾക്കും എല്ലാം തന്നെ കുറച്ചൊരു വിഷമത്തിലേക്ക് പ്രവേശിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം നീ പരിഹരിച്ച് എല്ലാവരുടെയും കച്ചവടത്തിലും തൊഴിലിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരെ എല്ലാ ആപത്തുകളെ തൊട്ടും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പ്രത്യേകമായ വാഹനാപകടങ്ങൾ മുതലായവകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അവർക്ക് ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള നല്ല ഉത്സാഹവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ സ്ഥാപനത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പല വിദേശത്തുള്ള ഈ നാട്ടുകാരായ ആളുകളുമുണ്ട്. അവർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ. നിന്റെ കരുണയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു രക്ഷയുമില്ലല്ലോ റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കി തരണേ റഹ്മാനെ. എല്ലാറ്റിലും ഉപരി ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും വലിയ സങ്കടം, ഞങ്ങൾക്ക് ചെയ്യാനുള്ള കിട്ടാനുള്ള നിന്നിൽ നിന്ന് കിട്ടാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഓരോരുത്തരുടെയും ഈമാൻ രക്ഷപ്പെടുക എന്നുള്ളതാണ്. മരിക്കുന്ന അവസരത്തിൽ ഈമാൻ സലാമത്തായി മരിക്കണം. അങ്ങനെ മരിക്കുന്ന ഒരാൾ ഈ സദസ്സിൽ പങ്കെടുത്തവരെയും അതിന് സഹായിച്ചവരെയും നീ ആക്കണേ റഹ്മാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുന്ന ഒരാളാക്കണേ റഹ്മാനെ. മാരകമായ രോഗം കൊണ്ട് വിഷമിച്ചു പോകുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പഠിച്ചവരെ ഞങ്ങളെ എല്ലാവരെയും നല്ലവരാക്കണേ റഹ്മാനെ. اللهم اجعلنا من عبادك الصالحين اللهم اجعلنا من عبادك الصالحين اللهم اجعلنا من عبادك الصالحين اللهم اجعل جمعنا هذا يوما مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഈ സാധുവായ ഞാനും വലിയ രോഗിയാണ്. അതുകൊണ്ട് സാധുവായ എൻ്റെ രോഗശമനത്തിൻ്റെ വേണ്ടിയും ഈമാൻ സലാമത്തായി മരിക്കാനും
ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.